ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് പോർട്ടബിൾ USB ജ്യൂസറാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, ചിലരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ, വാങ്ങിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ ഇതിൻ്റെ ഡിഫക്റ്റും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ട്. ഒരുപാട് തവണ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ശേഷമാണ് റിവ്യൂ പറയുന്നത്. അപ്പോൾ അതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ നല്ല ഹെൽപ്പായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് യാത്രയൊക്കെ പോകുമ്പോഴാണ് കേട്ടോ അവരിത് പറയുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ജ്യൂസ് അടിച്ച് കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ കേബിൾ ഉപയോഗിച്ചിട്ടും പവർ ബാങ്ക് ഉപയോഗിച്ചൊക്കെ ഇത് ചാർജ് ചെയ്യുക. നമ്മുടെ വണ്ടിയിൽ കാറിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ചാർജറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ തന്നെ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും കേട്ടോ. നല്ല കളറും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്റ്റെയിനറും ഉണ്ട് കേട്ടോ. നമ്മളതിൻ്റെ അടപ്പഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ജ്യൂസ് അരിച്ചെടുക്കാൻ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഒരു സ്റ്റെയിനറുണ്ട്. അതും നമുക്കതിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, ആ ചാർജ് ചെയ്യുന്ന ഭാഗം, അതും നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് അപകടം പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ട് നമ്മൾ ഇത് ഓണാക്കുന്നത് ഇതുമ്മൽ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇത് എടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലേഡ് കൊണ്ടിട്ട് കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഴിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മറ്റേത് ഭയങ്കര അപകടമാണ്. കാരണം ഇതുമ്മ തന്നെ പ്രസ് ചെയ്യുമ്പോൾ അറിയാതെ കൈ തട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് കേട്ടോ അത് വർക്കാവുക. അപ്പോൾ ആ ഒരു ബ്ലേഡ് നല്ല അപകടമാണ്, പെട്ടെന്ന് കൈയൊക്കെ മുറിയും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇതിൽ 3 ജ്യൂസ് ഇതിൽ അടിച്ചിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 3 ടൈപ്പ് ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലിട്ടിട്ട് ജ്യൂസുകളൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. മുസമ്പിയോ ഓറഞ്ചോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 എണ്ണമാണ് ഞാനിപ്പോൾ ഇതിൽ ഡെമോ കാണിച്ച് തരുന്നത്. ഞങ്ങളിതിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. മാങ്ങ, അതുപോലെ കക്കരിക്ക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് ഞാൻ പറയാം എന്താണ് ഉണ്ടായതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് മുന്തിരി ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ മുന്തിരിയിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഡയറക്റ്റ് ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് അടക്കാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ അതിങ്ങനെ നമ്മളൊന്ന് ചെരിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ലീക്കായിട്ട് പോരും. അപ്പോൾ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വർക്കാവും. നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ, ഇപ്പോൾ ഒന്ന് വർക്കാവാൻ പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഷുഗറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഫ്രൂട്ട്സ് നമ്മൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ. ഞാനിപ്പോൾ ഇതൊരു ഡെമോ കാണിക്കുന്നതായതുകൊണ്ട് തന്നെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത്, ഫുള്ളായിട്ട് ചാർജിങ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ബോക്സുമ്മേൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലൂടെ ഒന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ.
അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ മുന്തിരി ഒരുപാട് ലൂസായിട്ടുള്ള സംഭവമാണെങ്കിൽ പോലും അങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പോരൊന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു മുന്തിരിയൊക്കെ ചെയ്യുന്ന സമയത്ത്, അതുപോലെ പാഷൻ ഫ്രൂട്ട് അങ്ങനെയുള്ള ലൂസായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് അരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ ആ ഒരു തൊലി അതുപോലെ ആ ഒരു മുന്തിരിയുടെ ഉള്ളിലുണ്ടായിരുന്ന കുരുവൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മുസമ്പിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എടുത്തപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ ഒരല്ലി ഫുള്ളായിട്ട് അങ്ങനെ അല്ലികളായിട്ട് ഇട്ടിക്കല്ല. നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് ഡബിൾ പ്രസ് ചെയ്ത് നോക്കി. അപ്പോൾ വർക്കാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ വർക്കാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തിട്ടും അത് വർക്കാവുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഇത് വർക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വർക്കായത്. ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വർക്കായിട്ട് അങ്ങോട്ട് ഓഫായി, പിന്നെ രണ്ടാമതൊന്നും കൂടെ പ്രസ് ചെയ്തപ്പോൾ അങ്ങനെ വർക്കായി. ജ്യൂസ് കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുന്തിരി കാട്ടിയ പോലെ ഒന്ന് അരിച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓറഞ്ചൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു അല്ലികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്കിതിൽ അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ പോരാൻ നല്ല പ്രയാസമാണ് നല്ല ഒട്ടും തന്നെ പോരില്ല കേട്ടോ. അതിൽ വന്ന് അടയുക ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെയിനറിൽ നല്ല ലൂസായിട്ട് വെള്ളം പോലെയുള്ള സംഭവം മാത്രമേ നമുക്ക് ഇതിലൂടെ അരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതല്ലാത്തത് നമ്മൾ ഇത് തുറന്നിട്ട് സെപ്പറേറ്റ് അരിപ്പ വെച്ചിട്ട് തന്നെ അരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഒരു ഡിഫക്റ്റ് ഇതിൻ്റെ. നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊക്കെ സമയത്താണ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് അരിക്കാനൊന്നും കഴിയില്ല. ഇങ്ങനത്തെ സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാൻ കഴിയും കേട്ടോ. പക്ഷേ ഇതുപോലെ ആ ഒരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് നമുക്കത് അരിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ ഒരുപാട് വെള്ളമൊക്കെ ചേർത്തിട്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ജ്യൂസിന് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ലൂസായിട്ടാണെങ്കിൽ ചിലപ്പോൾ പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കൊട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിലൊക്കെ ഈ ഒരു ഇത് വന്ന് അടയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു സംഭവമാണല്ലോ ക്യാരറ്റ്, അതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ക്യാരറ്റ് എടുത്തത്. ഞങ്ങൾ ഇതിൽ ഇതുപോലെ മുന്നേ മാംഗോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പഴം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപഴവും വലിയ പഴമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കും അടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ കഷ്ണമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ക്യാരറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പീസൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്നിട്ട് ഇതിനെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വർക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. ഇപ്പോൾ വാട്ടർ മെലൺ ആണെങ്കിലും അതുപോലെ കക്കരിക്ക, ഇതുപോലെയുള്ള മുന്തിരി, അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ അടിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം വർക്കായിട്ട് നോക്കുമ്പോൾ അത് അടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടി അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം വെച്ചിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ 3ഉം 4ഉം പ്രാവശ്യമൊക്കെ അത് അങ്ങനെ ഓണാക്കിയിട്ട് വീണ്ടും ഓഫായതിന് ശേഷം വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടിഞ്ഞ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞങ്ങളിത് മുന്നേ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഇത് റിവ്യൂ, അതിൻ്റെ ഒറിജിനൽ റിവ്യൂസ് ഉണ്ടാകും അതിൻ്റെ താഴെ. അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ റിവ്യൂ നോക്കിയപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് റിവ്യൂ കണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതാ ഞാനൊരു 4 പ്രാവശ്യമൊക്കെ ഇത് അങ്ങനെ വീണ്ടും പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വർക്കാക്കി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ ഇതിൽ മാങ്ങ ജ്യൂസ് അടിക്കാൻ നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പഴം പിന്നെ ഒരുപാട് നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നല്ല ചെറുതാക്കിയിട്ട് ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് തവണ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഒഴിച്ച് നോക്കാം. കണ്ടില്ല, ഇതിൽ ക്യാരറ്റൊക്കെ നമ്മൾ ഇട്ട പോലെ തന്നെ കുറേ പീസുകൾ അങ്ങനെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇനിയിപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ജ്യൂസാണെങ്കിലും ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ആ ഒരു വെള്ളം കാണുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ നമ്മൾ ആ കട്ട് ചെയ്തിട്ട പോലെ തന്നെ കുറേ പീസുകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും കേട്ടോ. നമ്മൾ എത്ര നേരം ട്രൈ ചെയ്താലും ഇതിൽ അരഞ്ഞ് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം കുഴപ്പമാണോ എന്നും എനിക്കറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇത് റിവ്യൂ കാണിക്കുന്നതിൽ ഫുള്ളായിട്ട് പോസിറ്റീവാണ് പറയുന്നത്, നെഗറ്റീവ് ഒന്നും പറയുന്നത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എല്ലാ കട്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഈസി ആയിട്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു അനുഭവം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ കുറച്ച് കട്ടിയുള്ള സംഭവം ഒന്നും അടിക്കാൻ പറ്റുന്നില്ല. നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള സംഭവം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്